അമേരിക്ക ഒരു ഭീകര രാഷ്ട്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ടൊരു വീഡിയോ X.com പോയി കാണേണ്ടി വന്നു. കാരണം ഈ ഒരു സംഭവത്തെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കണ്ടാലേ പറ്റുള്ളൂ. ഞാൻ അതിൻ്റെ ദൃശ്യങ്ങളോ അതിൻ്റെ ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ടോ ഇമേജോ ഒന്നും ഞാൻ ഈ വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നില്ല. ഒരു ഇന്ത്യക്കാരനായ മനുഷ്യനെ ഒരു അമേരിക്കക്കാരനായ ഭീകരവാദി പിച്ചാത്തി കൊണ്ട് ആദ്യം അയാളിൽ ഇടിച്ചിടിച്ച് അവശനാക്കിയിട്ട് തല മുറിച്ച് ആ തല റോഡിലൂടെ ഉരുട്ടുന്നു. അതിനുശേഷം ഇവൻ ഒരു കയ്യിൽ കത്തിയും പിടിച്ച് ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ തല പോയി ആ തലമുടിയിൽ പിടിച്ചെടുത്ത് ഗേറ്റ് തുറന്നു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അമേരിക്ക എന്ന ഒരു രാജ്യം ഒരു കാലത്ത് ഇന്ത്യക്കാരുടെയൊക്കെ സ്വപ്നമാണ്. അമേരിക്കയിൽ പോവുക, വികസിതമാണ്, ഒരുപാട് പൈസ കിട്ടും, ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മനുഷ്യന്മാർ അങ്ങോട്ട് പോയിട്ടുണ്ട്, അവിടെ ജീവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അമേരിക്ക ഇനി ഒരിക്കലും പഴയ പോലെ ആവില്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു വീഡിയോ ഇപ്പോൾ ഒരു അമേരിക്കക്കാരനായ ഭീകരവാദി എന്ന വാക്ക് ഞാൻ ബോധപൂർവ്വമാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കയിൽ നടന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സംഭവം ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് നടന്നതെങ്കിൽ വെസ്റ്റേൺ മാധ്യമങ്ങളെല്ലാം അതെടുത്ത് അങ്ങ് ആഘോഷിച്ചനെ. അതായത് ഇസ്ലാമിക ഭീകരവാദം ആഘോഷിക്കാനായിട്ട് എപ്പോഴും എല്ലാവർക്കും വലിയ ഉത്സാഹമാണല്ലോ. പക്ഷേ ഈ ഒരു ഭീകരവാദ പ്രവർത്തനം അമേരിക്കയിൽ നടന്നതുകൊണ്ട് മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് മുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഭീകരവാദികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 6-7 കൊല്ലം മുമ്പ് മനുഷ്യരുടെ കഴുത്തറുത്ത് കൊല്ലുന്ന ദൃശ്യങ്ങൾ ഒരു സമയത്ത് സ്ഥിരമായിട്ട് വരുമായിരുന്നു. ഇത് അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഞാൻ കണ്ടത്. അതായത് ഈ ചന്ദ്ര നാഗമല്ലയ്യ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മകനും ഭാര്യയും കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിക്രൂരമായിട്ട് അയാളെ തല്ലി ചതച്ച് കയ്യിലുണ്ടായിരുന്ന പിച്ചാത്തി കൊണ്ട് തല അറുത്തെടുക്കുന്നത്. ഇത് അറുത്തിട്ട് റോഡിലോട്ട് ഉരുട്ടി വിടുകയാണ്. X.com ആ ദൃശ്യങ്ങളുണ്ട്. ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ പോയി കാണണമെന്ന്. നിങ്ങൾ വളരെ ഡിസ്റ്റർബ്ഡ് ആവും, കാണാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ആ ദൃശ്യങ്ങൾ കണ്ടത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ഒട്ടും സേഫ് അല്ല, ലോകത്തൊട്ടും സുരക്ഷിതമല്ലാത്ത ഒരു രാജ്യമായിട്ട് അമേരിക്ക മാറുകയാണ്. ആഫ്രിക്കയിൽ പോലും ഈ പ്രശ്നമില്ല. കാരണം ആഫ്രിക്കയിൽ നമുക്ക് എവിടെയൊക്കെ പോകാൻ പാടില്ല എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളതെന്ന് നമുക്ക് നേരത്തെ അറിയാം. പക്ഷെ അമേരിക്കയിൽ അതല്ല സ്ഥിതി. അമേരിക്കയിൽ ഒരു സ്ഥലവും സുരക്ഷിതമല്ല. ഞാൻ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് മറ്റൊരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയും കണ്ടിരുന്നു. അത് ഒരു ട്രെയിനിൽ യുക്രൈൻ സ്വദേശിയായിട്ടുള്ള ഒരു 23-കാരി, അവൾ വളരെ ഒരു സാധുവായ പെൺകുട്ടിയാണ് കേട്ടോ. അവൾ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടൊക്കെ യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവിടെ എത്തിയതാണ്. അമേരിക്കയിൽ ഒരു ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 14 കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു ക്രിമിനൽ, അയാൾ ഇതുപോലെ തന്നെ പിച്ചാത്തി പോലത്തെ എന്തോ ഒരു സാധനം വെച്ചിട്ട് ആ കുട്ടിയെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കാരണമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ അങ്ങ് കൊല്ലുകയാണ്. ട്രെയിനിനകത്ത് വെച്ച് ആ കുട്ടിയെ കൊലപ്പെടുത്തുകയാണ് അതിക്രൂരമായിട്ട്. ചോരയിൽ കുളിച്ച് അവൾ കിടക്കുകയാണ് അവിടെ. ഇത് കണ്ടിട്ട് അടുത്തിരിക്കുന്ന മനുഷ്യന്മാർ അതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ ഇതിനകത്തുള്ള കാര്യം. അപ്പോൾ ഇതാണ് ഇന്നത്തെ അമേരിക്ക. എനിക്ക് ഇവിടുത്തെ യുവാക്കളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. ഇപ്പം ഇവിടെ നിന്ന് ഇന്ത്യക്കാർ അമേരിക്കയിൽ പോയി അവിടെ നിങ്ങൾ പൈസ ഉണ്ടാക്കി ഇന്ത്യയിലോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഭയങ്കര ബെനിഫിറ്റ് ഒക്കെയാണ്, സമ്മതിക്കുന്നു. രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്തിന് അത് സഹായിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ അമേരിക്ക ഒട്ടും സേഫ് അല്ല. പ്രത്യേകിച്ച് അമേരിക്ക ഒരു ഭീകരവാദ രാഷ്ട്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തും എല്ലാം തികഞ്ഞൊരു രാജ്യമൊന്നുമല്ല, ഇവിടെയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മളത് 145 കോടി പോപ്പുലേഷനുള്ളൊരു രാജ്യമാണ്. അമേരിക്കക്കാരുടെയൊക്കെ അഭിപ്രായത്തിൽ ഒരു 3ാം കിട രാജ്യമാണല്ലോ നമ്മളൊക്കെ. വികസിതമല്ലാത്ത വികസ്വര രാഷ്ട്രങ്ങളാണ്. പക്ഷെ എന്നിട്ടും ഇവരൊക്കെ നമ്മളെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചിട്ട് ഇവിടുത്തെ പോലീസ്, എനിക്കൊന്നും പറയാനില്ല, നിങ്ങളൊക്കെ സല്യൂട്ട് ചെയ്തേ പറ്റൂ. കേരളത്തിലും ഇന്ത്യയിലുമൊക്കെയുള്ള പോലീസും പട്ടാളവും നിയമ സംവിധാനങ്ങളും ഒക്കെ സമ്മതിച്ചേ പറ്റൂ. കാരണം ഇത്രയും മനുഷ്യന്മാരെയാണ് അവർക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരുന്നത്. 1-2 പേരല്ലല്ലോ. ഇവിടുത്തെ ഒരു പഞ്ചായത്തിലുള്ള ആൾക്കാർ അമേരിക്കയിലെ ഒരു ജില്ലയിൽ കാണുള്ളൂ. കാരണം അവിടെ 30 കോടിയാണ് പോപ്പുലേഷൻ. അപ്പോൾ നമ്മുടെ ഇവിടെ 145 കോടിയാണ് പോപ്പുലേഷൻ. ആ അമേരിക്ക ഒട്ടും സേഫ് അല്ല. വികസിത രാഷ്ട്രം എന്നൊക്കെ പറയുന്ന അമേരിക്ക ഒട്ടും സേഫ് അല്ലെന്ന് മാത്രമല്ല, ഇനി പഴയതുപോലെ ആവില്ല. ഒന്ന്, മനുഷ്യർക്കിടയിൽ രാഷ്ട്രീയമായ പകപോക്കൽ, ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കുകൾക്കും ഇടയിൽ ഭയങ്കരമായ വെറുപ്പും പകയും ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന്, അവിടെ പൈസ ഇല്ല ആൾക്കാരുടെ കയ്യിൽ,
തൊഴിലില്ല, അവർ വികസിതമാണ്, സമ്പന്നമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കുത്തുവാള എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം അക്രമാസക്തരായിട്ട് മാറുകയാണ്. അവരുടെ പകയും വെറുപ്പും ഒരു പരിധിവരെ കുടിയേറ്റക്കാരുടെ മുമ്പിലേക്ക് പോവാണ്. കാരണം അവരുടെ അവസരങ്ങൾ കുടിയേറ്റക്കാർ തട്ടിയെടുക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യക്കാരും ചൈനക്കാരും അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാരും ഒക്കെ അവിടെ തൊഴിലിൽ എത്തുന്നതെന്നും ഉയർന്ന ജോലിയും ശമ്പളവും ഒക്കെ കിട്ടുന്നതെന്നും അവർ മനസ്സിലാക്കുന്നില്ല. പകരം അവരുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നവരായിട്ടാണ് അവർ നമ്മളെയൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റും. ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റും. മാന്യമായ പ്രതിഫലമൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ തൊഴിൽ ചെയ്ത് പോയാൽ മതി. കഴിവുള്ളവർ ഇവിടെ നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുക, നിങ്ങളുടെ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുക. ഗവൺമെന്റിന്റെ സപ്പോർട്ടൊക്കെ തീർച്ചയായിട്ടും കിട്ടും. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അമേരിക്കയിലെ പോലെ ഈസി ആയിരിക്കത്തില്ലായിരിക്കും. പക്ഷെ എങ്കിലും ഇതുപോലെ നട റോട്ടിൽ വല്ലവന്റെയും പിച്ചാത്തി പിടിക്ക് അവന്റെ വെറുപ്പും വിദ്വേഷവും തീർക്കാനുള്ള ഒരു ഇരയായിട്ട് മാറില്ലല്ലോ. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു അമേരിക്കയെ ഗ്രേറ്റ് ആക്കാൻ വേണ്ടി പോവാണെന്ന്. ശരിയാണ്, ഭയങ്കരമായ ഗ്രേറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് ഒരു 500 വർഷം പുറകിലുള്ള സായിപ്പന്മാരായിട്ട് മാറി. ഒരു 250 കൊല്ലം പുറകിലുള്ള അമേരിക്കയായിട്ട് മാറി. അത്രേ ഉള്ളൂ. മനുഷ്യന്മാരോട് സ്നേഹമില്ലാത്ത, വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുന്ന, ഒരു മാനുഷിക പരിഗണനയും ഇല്ലാത്ത ക്രിമിനലുകളുടെ ഒരു രാജ്യമായിട്ട് അമേരിക്ക മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ, ഞാൻ ആ ദൃശ്യങ്ങൾ എൻ്റെ കണ്ണിൽ നിന്ന് മായുന്നില്ല. ഒരു മനുഷ്യനെ പട്ടാപ്പകൽ അയാളുടെ ഭാര്യയുടെയും കുട്ടിയുടെയും മുമ്പിൽ വെച്ച് കൊലപ്പെടുത്തി കഴുത്ത് മുറിച്ചെടുക്കുക, തല മുറിച്ചെടുക്കുകയാണ്. നമ്മൾ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് സംസാരിച്ചു. ഭാര്യയുടെ മുമ്പിൽ വെച്ച് വെടിവെച്ച് കൊന്നു. ശരിയാണ്, ക്രൂരമായ സംഭവമാണ്. അതിൻ്റെ 1000 മടങ്ങ് ക്രൂരതയുള്ള സംഭവമാണ് അമേരിക്കയിൽ നടന്നത്. ഭാര്യയുടെയും മകന്റെയും മുമ്പിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തി തല വെട്ടിയെടുത്ത് റോഡിലൂടെ ഉരുട്ടുക. എന്നിട്ട് യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെ ആ തല ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നു പോവാണ്. ഇതിൽ പരം എന്തൊരു ക്രൂരതയാണ് കാണാനുള്ളത്. അമേരിക്ക ഒരു ഭീകര രാഷ്ട്രമായി മാറിയിരിക്കുകയാണ്. ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു ഭീകര രാഷ്ട്രം. ആരും എവിടെയും അമേരിക്കയിൽ ഏത് സമയത്തും വധിക്കപ്പെടാം. ഏതെങ്കിലും ക്രിമിനലുകളുടെ കത്തിക്കിരയാവാം. ഇതുപോലെ അതിദാരുണമായി കൊല ചെയ്യപ്പെടാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.